ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഒരു പണി ചെയ്യുന്ന നടക്കണ കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അത് അറിയാണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയാൽ പിന്നെ പോയിക്കൊണ്ടേയിരിക്കും. സോ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ജോബ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ബുക്കിലൂടെ നമ്മൾ ഡിസ്കസ്. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ ആൻഡ് ദിസ് ചാപ്റ്റർ 1 and 2 ഓഫ് ഡീപ് വർക്ക്. ഈ ഒരു ടൈം പീരീഡിൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു മേജർ പ്രശ്നം തന്നെയാണ്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ടായി, ഇപ്പോൾ ഭയങ്കരമായിട്ട് നോർമലൈസ് ആയി. നമുക്ക് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ സ്ക്രോൾ ആയി ഇരുന്ന് പോകുന്ന സത്യം പറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ല നമ്മൾ കൊടുക്കുന്നത്. മേ ബി 50, മേ ബി ബിലോ ദാറ്റ്, അത്രയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. സോ ഇന്നത്തെ ഈ 2 ചാപ്റ്ററിലൂടെ നമ്മൾ പറയാൻ പോണത് എന്താണ് ഡീപ്പ് വർക്ക്, എന്താണ് ഷാലോ വർക്ക്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡീപ്പ് വർക്ക് ആൻഡ് ഷാലോ വർക്ക്, എന്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ ഡീപ്പ് വർക്കിലൂടെ കിട്ടുന്നത്, ആൻഡ് എന്തുകൊണ്ടാണ് ഇതിന് വാല്യുബിളും റെയർ ആണ് ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യണത് അത് ഡിസ്ട്രാക്ഷൻ ഫ്രീ കോൺസെൻട്രേഷനോടെ ചെയ്യുന്നതിനാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി പീക്ക് ലെവലെത്തും. കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് പവർ. സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ഒരു CPU അല്ലെങ്കിൽ ഫോണിൻ്റെ റാം, ആ റാം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി. ഒരേ സമയത്ത് ഇത്ര ആപ്പൊക്കെ ഒറ്റ ടൈം യൂസ് ചെയ്യാൻ പറ്റുമ്പോഴും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പവർ. അതേപോലെ ഒരു മനുഷ്യൻ്റെ സ്റ്റോറേജും ആ പ്രോസസ്സ് എല്ലാം കൂടി ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കഴിവ് അത് പീക്ക് ലെവലിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടൊക്കെ ഹൈലി വാല്യുബിൾ ആയിരിക്കും. പിന്നെ ഷാലോ വർക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ്, വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ബ്രെയിൻ അധികം യൂസ് ചെയ്യാണ്ട് ചെയ്യേണ്ട പണികളാണ് ഷാലോ വർക്ക് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ്: ലേൺ ഫാസ്റ്റ്. പെട്ടെന്ന് നമുക്കൊരു സാധനം പഠിച്ചെടുക്കണമെങ്കിൽ അത് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് പഠിച്ചാലേ നടക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 സ്റ്റുഡൻസ് സെയിം ടോപ്പിക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് പഠിക്കുന്ന ചെക്കൻ ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തീരും. ഡിസ്ട്രാക്ഷനോടെ പഠിക്കുന്ന ചിലപ്പോൾ 8 മണിക്കൂർ എടുത്താലും മനസ്സിലാവണമെന്നില്ല. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഹായ് ഫാത്തിമ എന്ന് പറഞ്ഞ റിപ്ലൈ കൊടുക്കാമെന്ന ആ ഒരു ഫ്ലോ കിട്ടൂല. പിന്നെ പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി വർക്ക്. JK റോളിംഗ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. JK റോളിംഗ് ആരാന്ന് എല്ലാവർക്കും അറിയാലോ, ദ ഹാരി പോട്ടറിൻ്റെ ഓതർ. ആ പെണ്ണ് ലാസ്റ്റ് ചാപ്റ്റർ എഴുതിയത് ഒരു ഹോട്ടലിൽ അടച്ചിരുന്ന് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ആണ് മൊത്തം ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്, ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട്. JK റോളിംഗിൻ്റെ സ്റ്റോറി റിയലി ഇൻസ്പയറിങ്, ഭയങ്കര അടിപൊളിയാണ്. അതിനെപ്പറ്റി ഇൻഷാല്ലാ ഒരു വീഡിയോ ഇടുന്നുണ്ട്. റിയൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ എവറി ഔൺസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഇട്ടിട്ട് നമ്മൾ ഒരു പണി ചെയ്തിട്ട് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ മടുപ്പായി പോലും ശരിക്കും. അതാണ് ഇതില് മിഹായ് ചിക്സൻമിഹായ്, ഒരു സൈക്കോളജിസ്റ്റ്. ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂട്യൂബ് ഒക്കെ പഠിച്ചു. പിന്നെ മിഹായ് ചിക്സൻമിഹായിൻ്റെ ഒരു തിയറി ഉണ്ട്, ദ ഫ്ലോ തിയറി. അതിലയാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് കം ഫ്രം വെൻ യു ആർ ഡീപ്ലി എൻഗേജ്ഡ് ഇൻ മീനിങ് വർക്ക്. ശരിക്കും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ജോബ് അല്ലെങ്കിൽ ഒരു പണി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോൻ്റെയൊക്കെ യൂട്യൂബിൻ്റെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സമയം പോകുന്നത് ഞാൻ അറിയാറില്ല. അത് ശരിക്കും ഞാൻ അതിലേക്ക് മാത്രമായിരിക്കും ആ ടൈമിൽ. പിന്നെ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അതൊരു ഫീലാണ്. പിന്നെ ലെസ് സ്ട്രെസ് മോർ മീനിങ് എന്ന് ആലോചിക്കുക. നമ്മൾ 8 മണിക്കൂർ ഈ ഇമെയിലൊക്കെ ചെക്ക് ചെയ്ത് ഈ വന്ന മെസ്സേജിനൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന ആ ഒരു ജോബ് ഉണ്ടല്ലോ, 8 മണിക്കൂർ അത് തന്നെ ഡെയിലി ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, ആ ഒരു ഇത് അതിങ്ങനെ. അല്ലെങ്കിൽ 3 മണിക്കൂർ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുമ്പോഴാണ് ശരിക്കുള്ളൊരു ഇത് കിട്ടണത്. ഓഫ് കോഴ്സ് ആ ഒരു ഡീപ്പായിട്ട് ആ മീനിങ് ഫുൾ നല്ലൊരു വാല്യുബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് വേറെ. എന്തുകൊണ്ടാണ് ഡീപ്പ് വർക്ക് വാല്യുബിളും റെയർ ആണെന്ന് പറയുന്നത്? ഡൂഡ്,
നമ്മുടെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജീസ് ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴും നമ്മൾ പഴയതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. ഫോർ ലൈക്ക് എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ AI കാലഘട്ടമാണിത്. ഈ AI കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും പഴയ ജോബ് തന്നെ വേണമെന്നൊക്കെ, ലൈക്ക് പഴയതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ കുറേ റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പേര് അൺഎംപ്ലോയ്ഡ് ആവുന്നുണ്ട്, അത് ഇത് സത്യമാണ്. ബട്ട് ഞാൻ വേറൊരു പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ AI കൺട്രോൾ ചെയ്യാൻ എന്ത് വന്നാലും ബാക്കിൽ ഒരു ബ്രെയിനിൻ്റെ ആവശ്യമുണ്ട്. സോ എന്തുകൊണ്ട് നിങ്ങൾക്ക് AI മാസ്റ്റർ ചെയ്തുകൂടാ? AI ലൈക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒടുക്കത്തെ സാലറിയും ഹൈ ഡിമാൻഡാണ്. അപ്പം എന്തുകൊണ്ട്, വൈ നോട്ട് അത് മാസ്റ്റർ ചെയ്ത് അത് നിങ്ങൾ റീപ്ലേസബിൾ ആക്കാം. നിങ്ങൾക്ക് പകരക്കാരനായിട്ട് ആരും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് റെയർ ആണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന് ആദ്യം പറഞ്ഞല്ല, ഡിസ്ട്രാക്ഷൻ ആയിട്ട് ചെയ്യുന്നത് വളരെയധികം നോർമലൈസ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്യുന്ന ഒരു ഡീപ്പ് വർക്കിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട്സ് വേറെ ലെവലായിരിക്കും, ടോപ്പ് നോച്ച് ആയിരിക്കും. സോ അങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരും വിടൂല, ഭയങ്കര ഡിമാൻഡാണ്. സോ ഡീപ്പ് വർക്ക് ചെയ്യാനായിട്ട് ഈ ബുക്കിൽ 4 റൂളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? വർക്ക് ഡീപ്ലി, എംബ്രേസ് ബോർഡം, ക്വിറ്റ് സോഷ്യൽ മീഡിയ, ഡ്രെയിൻ ദ ഷാലോ. ഈ 4 റൂളിനെ പറ്റിയാണ് ഈ ബുക്ക് മൊത്തം പറയുന്നത്. സോ ഇതാണ് നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.